നെയ്തലക്കാവ് അമ്മയുടെ ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് ഇപ്പോൾ ശിവരാമൻ എത്തുന്നത്. തെക്കേ ഗോപുര നട തള്ളിത്തുറക്കുന്നതോടുകൂടി പൂരത്തിൻ്റെ വിളംബരമാകും. പിന്നീട് അങ്ങോട്ട് പൂരത്തിൻ്റെ ആവേശമാകും. ഓരോ മണൽത്തരിയെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പൂരം അങ്ങനെ കൊട്ടിക്കേറുന്ന അതിൻ്റെ പരിസമാപ്തിക്ക് തൊട്ടുമുമ്പുള്ള ആവേശത്തിൻ്റെ തുടക്കം ഗംഭീരമാണത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല. എന്തായാലും അക്ഷമരായി നിൽക്കുകയാണ് അവിടുത്തെ ജനസഞ്ചയം. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ മൈതാനിയിൽ ലോകപ്രസിദ്ധമായ പൂരത്തിൻ്റെ വിളംബരത്തിനായി ഇതാ 2024 പൂരവിളംബരം. തൃശ്ശൂർ പൂരം എന്ന വിശ്വപ്രസിദ്ധമായ പൂരം. സംഗീതമുണ്ട്, സംസ്കാരമുണ്ട്, സാംസ്കാരികതയുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, വിശ്വാസരഹിതമായ അല്ലെങ്കിൽ വിശ്വാസേതരമായ സാംസ്കാരികമായ നിരവധി ഘടകങ്ങളുണ്ട്. അങ്ങനെ 8 ഘടകപൂരങ്ങളായെത്തി വടക്കുംനാഥ ക്ഷേത്രത്തിൽ തിമർത്താടുന്നു. ഒടുവിൽ പൂരപ്രേമികൾക്ക് മുമ്പിൽ സംഗീതവാദ്യഘോഷങ്ങളുടെയൊക്കെ മേളം, ഗജവീരന്മാർ നിരക്കുന്നു. ഇങ്ങനെ വെടിക്കെട്ട്, ഇങ്ങനെ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു, ഇനിയുള്ള യഥാർത്ഥ വെടിക്കെട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പൂരത്തിൻ്റെ ആ ആവേശത്തിൻ്റെ ഓരോ ഘടകങ്ങളും മലയാളി ഇങ്ങനെ മനസ്സിൽ എണ്ണി കാണുകയാണ്. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വിളംബരം കാത്തിരിക്കുന്ന ആ അക്ഷമതയുടെ ഏറ്റവും വലിയ നിതാന്തമായ ജാഗ്രത എന്നത്. ഇനി വരാൻ പോകുന്ന പൂരത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അത് പറിച്ചു നടന്നതിൻ്റെ ആവേശം. ഒരുപക്ഷെ പ്രതീക്ഷയാണ് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗന്ദര്യവും മനോഹാരിതയും നൽകുന്നത്. ആ മനോഹാരിതയാണ് അവിടേക്ക് വരാൻ പോകുന്നത്. ആ മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ നടതള്ളിത്തുറക്കലിലേക്ക് കാണാനായി കാത്തിരിക്കുന്നത്. കൊലകൊമ്പൻ യഥാർത്ഥത്തിൽ കൊലകൊമ്പൻ എന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും ഒരു തിടമ്പേറ്റുന്ന ആ മൂർധന്യതയിലെ ഗാംഭീര്യം, അതാണ് ആന എന്നത്. ഒരുപക്ഷെ ആനപ്രേമം എന്നത് സമ്മേളിക്കുന്ന ഒരു മുഹൂർത്തമാണ് പൂരം എന്നത്. തൃശ്ശൂർ പൂരം, തൃശ്ശിവപ്പേരൂർ പൂരം എന്ന് പറയുമ്പോൾ എല്ലാ ഉത്സവങ്ങളിലും ആനയുണ്ട് എങ്കിൽ പോലും ആന എന്ന് പറയുമ്പോൾ, ഗജവീരൻ എന്ന് പറയുമ്പോൾ, അതിൻ്റെ തിടമ്പേറ്റുന്ന ആ മനോഹാരിത എന്ന് പറയുമ്പോൾ ആനപ്രേമികളെ സംബന്ധിച്ച് ഓടിയെത്തുന്ന ദൃശ്യം എപ്പോഴും പൂരത്തിൻ്റേതാണ്, തൃശ്ശൂർ പൂരത്തിൻ്റേതാണ്. ആ തൃശ്ശൂർ പൂരമാണ് ഇപ്പോഴിതാ വിളംബരത്തിലൂടെ തുടങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ആനകളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആനയെ അവിടെ ഗജവീരന്മാരെ അവതരിപ്പിക്കുന്നതിന് പ്രത്യേക അകലം പാലിക്കണമെന്നൊക്കെ കോടതി ഉത്തരവുണ്ട്. കാരണം ചൂട് കൂടുതലായതിനാൽ പ്രത്യേകിച്ച് അവർക്ക് ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത്, എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങളുണ്ടാകണം, ഒപ്പം സുരക്ഷ ഉറപ്പാക്കണം. ഇതിനൊക്കെ വേണ്ടി ചില മാർഗനിർദ്ദേശങ്ങൾ, ആ മൃഗസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ചില മാർഗനിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരിശോധനകളും ഇന്ന് ഗജവീരന്മാർക്കുള്ള പരിശോധനകളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒക്കെ ഇന്നാണ് നൽകുന്നത്. കാരണം ജനങ്ങൾ കൂടുന്ന സ്ഥലമാണ്. പഴയ കാലം പോലെയല്ല, കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലം. കൂടുതൽ ഗജവീരന്മാരാണെങ്കിൽ പോലും അവർ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക, സംഘർഷം ഒഴിവാക്കുക, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കോടതി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പിന്നീട് വന്ന ചില അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ചില നടപടിക്രമങ്ങളെ ഒഴിവാക്കി അതിനെ ഏറ്റവും സുഗമമാക്കി പൂരപ്രേമികളുടെ ആശങ്കയൊക്കെ ഒഴിവാക്കാൻ സർക്കാർ പ്രത്യേക ജാഗ്രതയും പുലർത്തുന്നുണ്ട്. എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഗജവീരന്മാരുടെ പരിശോധനയാണ് ഇന്ന് നടക്കുന്ന മറ്റൊന്ന്. ഇതാ ആവേശം അലതല്ലുന്ന വാക്കുകൾ. എത്തിയോ ശിവരാമൻ? എത്തിയോ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി? എത്തിയോ? ഇപ്പോഴും എത്തിയിട്ടില്ല. ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ശിവകുമാറിൻ്റെ വരവിനായിട്ട് ശബ്ദങ്ങൾ ഉയരുകയാണ്. ഓരോ നിമിഷം ശബ്ദങ്ങൾ ഉയരുന്ന നമ്മൾ ആ സമയം എല്ലാവരും ആ ഒരു നടവാതിലിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരും എന്ന പ്രതീക്ഷയിൽ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് ശിവകുമാറിൻ്റെ നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വരുന്ന ആ ഗജവീരൻ്റെ വരവിനായിട്ട്. എറണാകുളം ശിവകുമാറിൻ്റെ വരവിനായിട്ട് ജനസാഗരം ഇവിടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായും ചിലക്കോട്ട് രാമചന്ദ്രൻ അടക്കം ഇങ്ങനെ പ്രമുഖരായ പല ആനകളുമുണ്ട്. പക്ഷേ ഈ എറണാകുളം ശിവരാമൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് കാളിദാസ്? നോക്കിയിരുന്നോ അത്? എന്തായാലും തൃശ്ശൂർ പൂരം, തൃശ്ശിവപ്പേരൂർ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് ആടിപ്പകരാൻ പോവുകയാണ്, പകർന്നാടാൻ പോവുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. നെയ്തലക്കാവിൽ അമ്മയുടെ ഭഗവതിയുടെ തിടമ്പേറ്റിയെത്തുന്ന ശിവരാമൻ്റെ തള്ളിത്തുറക്കൽ, തെക്കേ ഗോപുര നട തള്ളിത്തുറന്നുകൊണ്ട് ജനങ്ങളെ തുമ്പിക്കൈ കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നതോടുകൂടിയാണ് ആ വിളംബരം തുടങ്ങുന്നത്. ആ വിളംബരത്തോടു കൂടിയാണ് തൃശ്ശൂർ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് അലതല്ലാൻ പോകുന്നത്. വേനൽ ചൂട് കടുത്തു നിൽക്കുന്ന സാഹചര്യം, ഓരോ
ജനങ്ങളും ആ ചൂടിനെയും അവഗണിച്ചാണ്, വിശറികൾ കൊണ്ടൊന്ന് തണുപ്പിച്ച് ആ ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ വരാൻ പോകുന്ന പൂരത്തിൻ്റെ ആവേശത്തിൻ്റെ തണുപ്പ്, അതൊരു കുളിർക്കാറ്റാണ്, ആ കുളിർമ ഈ വേനൽ ചൂടിനെയൊക്കെ മറികടക്കും എന്നതിൻ്റെ ആവേശ പ്രതീക്ഷയാണ് ഒരുപക്ഷെ ശിവരാമൻ്റെ തള്ളിത്തുറക്കലും വിളംബരവും പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാവുക. ആ തുമ്പിക്കൈ കൊണ്ടുള്ള ആഢ്യത്വത്തോടു കൂടിയുള്ള തുമ്പിക്കൈ ഉയർത്തൽ തന്നെയാണ് ഒരുപക്ഷെ ആ വിളംബരമായി കാണുന്നത്. നെയ്തിലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി, നെയ്തിലക്കാവ് അമ്മയുടെ ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് അവിടെ എത്തുന്ന ശിവരാമൻ്റെ തെക്കേ നട ഗോപുര തള്ളിത്തുറക്കൽ, പിന്നീട് അതിനുശേഷം തുമ്പിക്കൈ ഒരു പ്രത്യേക രീതിയിൽ ചുരുട്ടി അവൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വിളംബരം പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി പിന്നെ പൂരത്തിൻ്റെ ആവേശത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള തുടക്കമാകുന്നു. ഈ വടക്കുന്നാഥ കാളിദാസ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഈ വടക്കുന്നാഥൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സങ്കല്പമാണ്. വിശ്വാസി എന്നതിന് അപ്പുറത്തേക്ക് അതിൻ്റെ ചില ഐതിഹ്യ പെരുമകൾ, അത് നൽകുന്ന ചില സിംബോളിക് സന്ദേശങ്ങളുണ്ട്. ഈ 8 ക്ഷേത്രങ്ങളും ഇങ്ങനെ ഒരു നടയിലൂടെ കയറി മറുനടയിലൂടെ നടന്നു പോകുന്നു. ഇതിനൊക്കെ സാക്ഷിയായി നിഷ്പക്ഷ നിരീക്ഷകനായി അങ്ങനെ വടക്കുന്നാഥൻ ഇരിക്കുന്നു. അതിനുശേഷം പുറത്താകട്ടെ ആഘോഷങ്ങൾ, കരഘോഷങ്ങൾ, വാദ്യമേളങ്ങൾ, ഗജവീരന്മാരുടെ ആഢ്യത്വത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പ്, ഇങ്ങനെയൊക്കെ പൂരം അതിൻ്റെ ആവേശത്തിൽ അലചല്ലും. അപ്പോഴും ശാന്തനായി ഇങ്ങനെ വടക്കുന്നത്, അതൊരു പ്രത്യേക ഒരു വൈബുണ്ട് അതിൽ, അല്ലേ? അതെ, തീർച്ചയായും ജിംഷാദ്. കാരണം വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് പൂരങ്ങളില്ലാത്ത ക്ഷേത്രമാണ്. അതായത് പൂരങ്ങൾ ഇല്ല, എല്ലാം പൂരങ്ങൾ കണ്ടാസ്വദിക്കുക എന്നതാണ് വടക്കുംനാഥൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പൂരങ്ങളില്ല, എല്ലാത്തിനും ഒരു രക്ഷാധികാരിയായി എല്ലാം നടത്തിക്കോളൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എന്റെ മുന്നിൽ വെച്ച്, ഈ വടക്കുംനാഥന്റെ മുന്നിൽ വെച്ചാണ് ഈ രണ്ട് തിരിഞ്ഞുള്ള നിരവധി പേർ കാണാൻ വരുന്നു, കടന്നു പോകുന്നു. പക്ഷേ ഞാനാകട്ടെ അതിനെയെല്ലാം സാത്വികതയോടെ കണ്ട് ചിരിച്ച് നിഷ്പക്ഷ നിരീക്ഷകനായി അതിനെയൊക്കെ അനുവദിക്കുന്നു. ആഘോഷങ്ങൾ ഇവിടെയില്ല, പക്ഷേ അവിടെ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളെയൊക്കെ മൗനസാക്ഷിയായിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ സങ്കല്പം അവിടെയുണ്ട്, വിശ്വാസേതരമായി, അല്ലേ? വിശ്വാസത്തിന് പുറത്താണെങ്കിൽ പോലും. അതെ, തീർച്ചയായും വിശ്വാസങ്ങളല്ല, അതായത് ഈ വിശ്വാസങ്ങൾക്കും അപ്പുറത്ത് ഇതിന് ഒരു വലിയൊരു വൈബ് തന്നെ ഇവിടെ ഈ വടക്കുംനാഥൻ എന്ന ഒരു സങ്കല്പം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജാതി മത ഭേദമന്യേ ഉള്ള ആൾക്കാരാണ് ഇതെല്ലാം ആസ്വദിക്കാനായി വരുന്നത്. വടക്കുംനാഥൻ്റെ ഈ ഒരു സുഖം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ പറയുന്ന അത് ആസ്വദിക്കാനായി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഇതിൻ്റെ മുന്നിൽ നിന്ന് വടക്കുംനാഥൻ്റെ കൂടെ നിന്ന് ഇത് മൊത്തം വടക്കുംനാഥനെ പോലെ തന്നെ ഇതെല്ലാം കണ്ട് നിരീക്ഷിക്കാൻ, കണ്ട് ആഘോഷിക്കാൻ, ഈ അതായത് ഈ ദൃശ്യശ്രവ്യ വർണ്ണഘോഷ വിസ്മയം ആഘോഷിക്കാനായി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ കൊല്ലവും ഇവിടെ തടിച്ചു കൂടുന്നത്. ഈ കൊല്ലത്തെ ചൂടെന്ന് പറയുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെക്കാളുമുള്ള ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. ഇന്ന് തന്നെ ഒരു പൂരത്തിന്, തൃശ്ശൂർ പൂരത്തിൻ്റെ ദിവസമുള്ളത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നാളത്തേത് ഞാൻ പറയണ്ടല്ലോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അജിംഷാദ്. അപ്പോൾ പറഞ്ഞറിയിക്കേണ്ട, പക്ഷെ എല്ലാം ഞങ്ങളെ കാണിച്ചു തരണം. എല്ലാം ഓരോ നിമിഷങ്ങളും ഓരോ ആംഗിളുകളും അതിന്റെ ആവേശവും ഞങ്ങൾക്ക് പകർന്നാടി തരണം. എബിയുണ്ട്, ഭദ്രാചന്ദ്രനുണ്ട്, കാളിദാസ് ഉണ്ട്. കേരള വിഷൻ ടീം സുസജ്ജമാണ്, അല്ലേ? സുസജ്ജമാണ്. എല്ലാം ഓരോ നീക്കങ്ങളും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം കേരള വിഷൻ ഇവിടെ സുസജ്ജരായി നിൽക്കുകയാണ്. ഈ ഒരു വേനൽ ചൂടിലും ഈ കടുത്ത ചൂടിലും പ്രേക്ഷകരിലേക്ക് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ആവേശം മൊത്തം പ്രേക്ഷകരുടെ നെഞ്ചിലേറ്റാനായി ടീം കേരള വിഷൻ ഇവിടെ സുസജ്ജമായി നിൽക്കുകയാണ്. അതെ, തീർച്ചയായും വളരെ വലിയ ചൂടിന്, എന്നാൽ ചൂട് ഒരിക്കലും ആവേശം കുറയ്ക്കുന്നില്ല. വരാൻ പോകുന്ന പൂരനാളിൻ്റെ തണുത്ത കാറ്റ്, ആ തണുത്ത കാറ്റിൻ്റെ സാംസ്കാരികമായ കുളിർമ, അതൊക്കെ മനസ്സിൽ കണ്ട് പൂരപ്രേമികളാകെ ഇങ്ങനെ അവിടെ ആവേശത്തിലാണ്. വിളംബരം പ്രഖ്യാപനവും കാത്ത് ഇതാ നെയ്തലക്കാവമ്മയുടെ ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് തെക്കേ ഗോപുര നട തള്ളിത്തുറക്കുന്ന ശിവരാമനെ കാണാനായി അതാ ജനലക്ഷങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പേർ കേരളത്തിൽ ഉടനീളമുണ്ട്, കേരളത്തിന് പുറത്തുള്ളവരുമുണ്ട് പൂരപ്രേമികളായി.
അവർക്കൊക്കെ കേരള വിഷൻ ഇതാ തത്സമയ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇടതടവില്ലാതെ. ആ നിമിഷത്തിൽ മാത്രമല്ല 17-ാം തീയതി മുതൽ 20 വരെ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ എല്ലാ ദിവസങ്ങളിലും തത്സമയ വിവരങ്ങളും വിശേഷങ്ങളും മുഹൂർത്തങ്ങളുമായി കേരള വിഷൻ എല്ലാ കാലത്തെ പോലെ ഇത്തവണയും പൂരത്തിനുണ്ടാകും. ഇനിയുള്ളത് ശിവരാമൻ്റെ വരവാണ്. എങ്ങനെയാണ് വരവ്? നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് തെക്കേ ഗോപുര നട തള്ളിത്തുറന്നുകൊണ്ട് ആ വരവോടുകൂടിയാണ് വിളംബരമാകുന്നത്. ആ വിളംബര പ്രഖ്യാപനമാണ് നിമിഷങ്ങളായി അക്ഷമരായി കാത്തിരിക്കുന്ന തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ തിങ്ങി നിൽക്കുന്ന ആ ജനസഞ്ചയം. ഒരു വേനൽ ചൂടിനും തങ്ങളെ തകർക്കാനാകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറിയ വീശറികൾ കൊണ്ടവർ വീശിക്കൊണ്ടാണെങ്കിലും ഈ കടുത്ത ചൂടിനെ അതിജീവിക്കാൻ ചിലരൊക്കെ കുട ചൂടിയിട്ടുണ്ട്, കടുത്ത ചൂടിനെ അതിജീവിക്കാൻ. പക്ഷേ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിയെത്തുന്ന ശിവരാമൻ്റെ ആ വിളംബരം, തെക്കേ ഗോപുര നട തള്ളിത്തുറന്നുകൊണ്ടുള്ള ആ